എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും ദേവും കൂടെ ഇൻ ഹൗസ് ഡ്രഗ്സ് ബാങ്ക് IHDB വരെ പോയി. ഇവിടെ ഞാൻ ഫോട്ടോസ് ഇട്ടേക്കാം. ഈ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ രേണുസുതിയുടെ ഈ ബില്ല് പ്രൊവൈഡ് ചെയ്ത ഫാർമസിയാണ്. ഇവിടെ നേരിട്ട് പോയി ഈ ബില്ലിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഞങ്ങൾ തിരക്കിയിട്ടുണ്ട്. ഈ ബില്ലാണ് ഇപ്പൊ ഭയങ്കര ചർച്ചയായിട്ടുള്ളത്. ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ഈ ബില്ല് ഫേക്ക് ആണെന്നും ഈ ബില്ല് കറക്റ്റ് ആണെന്നും ഉള്ള ചർച്ചകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ദേവും കൂടെ നേരിട്ട് പോകാനുള്ള കാരണം എനിക്ക് ഈ ബില്ലിന്റെ പല ഭാഗങ്ങളും എഡിറ്റഡ് ആണോ എന്നൊരു സംശയം തോന്നി. ഞാൻ പലയിടത്തും അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ടൈപ്പാണ്, ഇങ്ങനൊരു ബില്ലില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് എഡിറ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ടോ എന്നൊരു സംശയമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. എനിക്കങ്ങനെ സംശയം തോന്നാനുള്ള കാരണം ഇതിന് മുൻകാലങ്ങളിൽ ഈ രേണുവിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ള കള്ളത്തരങ്ങളും രേണു പറഞ്ഞിട്ട് മാറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ, ഫസ്റ്റ് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു, ആദ്യത്തെ ഭർത്താവിന്റെ കാര്യം എന്ന് പറഞ്ഞു, പിന്നെ അത് മാറ്റി പറഞ്ഞു. ഇങ്ങനെ മുൻകാലങ്ങളിൽ രേണുവിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിനകത്ത് ഒരു ഫോർജറിക്കുള്ള സാധ്യത ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചത്. അത് ഈ ആദ്യത്തെ ഭർത്താവിന്റെ കേസിട്ടൊക്കെ തൂക്കിയത് നമ്മളായിരുന്നു ഒരു സമയത്ത്. പിന്നെ ക്യാൻസറിന്റെ കാര്യം ആണെന്ന് പറയുന്നു, അല്ലെന്ന് പറയുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. ഇനിയിപ്പോൾ വരുന്ന പ്രൊമോഷൻസ് ക്യാൻസലായി പോവോ, അങ്ങനെയുള്ള കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഇനി ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ. കുറേ കാര്യങ്ങൾ അവരെ ഹൈഡ് ചെയ്യാനുള്ള റീസൺ അതൊക്കെ കൊണ്ടായിരുന്നു. കാരണം അവർക്കിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഫീഡ് കാര്യങ്ങളൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ കൂടെ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ, നിനക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കൂടേടി എന്ന് പറഞ്ഞതിൻ്റെ പുള്ളിയുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വെക്കുക, അച്ഛനും അമ്മയെ സേഫ് ആക്കാൻ നോക്കുക, കൊച്ചിനെ സേഫ് ആക്കാൻ നോക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ മൈൻഡ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അതല്ല നമ്മുടെ ഇവിടുത്തെ ചർച്ച മരുന്നിൻ്റെ കാര്യത്തിലാണ്. മരുന്നിൻ്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഇത്ര രൂപയുടെ മരുന്ന് എങ്ങനെ ഉണ്ടാവും, ഇത് അവൾ പറയുന്ന പച്ചക്കള്ളമല്ലേ, കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഇതേ തന്നെയാണ് നമ്മളതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ കണ്ട്. ഈ അടുത്ത സമയത്ത് രേണു തൂങ്ങിയെന്നും പറഞ്ഞിട്ട് ഒരുത്തം വീഡിയോ ഇട്ടായിരുന്നല്ലോ, അർഷാദോ ആ പുള്ളിക്കാരൻ കറക്റ്റ് ഡീറ്റെയിൽ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്തായിരുന്നു. ഈ മരുന്നിൻ്റെ കാര്യം ഡാനി സത്യമാടാ, ഞാനടാ പോയ മരുന്നിന് വേണ്ടി എന്ന് പറഞ്ഞു. ആദ്യത്തെ മരുന്ന് പോയി എടുത്ത ആ ഒരു പുള്ളിക്കാരൻ അത് ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞു. സോഷ്യൽ മീഡിയയിലാണ് പുള്ളി എല്ലാവരും കൂടെ വലിച്ച് കീറി ഒട്ടിച്ചപ്പോൾ ആ കാര്യത്തിൽ പുള്ളി നിരപരാധിയാണ്. ഞാൻ എൻ്റെ വീഡിയോ കൂടെ അത് പറയുകയും ചെയ്തു. ഇനി ആൾക്കാർക്ക് കേൾക്കാം കേൾക്കാതിരിക്കാം, എൻ്റെ വീഡിയോ കൂടെ 100% പറയുന്നുണ്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളും സത്യമായിരുന്നു. ഓക്കെ, ഞാൻ എല്ലാ കാര്യങ്ങളും ഉള്ള പോലെ പറയത്തുള്ളൂ. അത് വേറെ കാര്യം. എനിക്ക് ആവശ്യമുള്ളത് കയറ്റി പറയുമോ താത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ടവർക്ക് വിശ്വസിക്കാം, ഈ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. പുള്ളി എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, മരുന്നിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ അതെല്ലാം അച്ചട്ടായി. അതുപോലെ തന്നെ അനീഷ് വ്ളോഗ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഡീറ്റെയിൽ ഓൾറെഡി തപ്പിയെടുത്ത് കഴിഞ്ഞാണ്. പുള്ളി പറഞ്ഞൊരു കാര്യം, ഡാനി എടാ വീഡിയോ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വീഡിയോ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കണ്ടു, എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴേ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഓൾറെഡി ഇതൊക്കെ പറഞ്ഞതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇത്രയും നാൾ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് എതിർത്ത് സംസാരിച്ച ഒരു വ്യക്തി പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓഡിയൻസ് എന്തായാലും രേണുവിൻ്റെ ശത്രുക്കൾ മാത്രമായിരിക്കും ഞങ്ങളുടെയൊക്കെ ഓഡിയൻസ്. അവരാരും ഇതൊന്നും കാണത്തില്ല. ഓക്കെ, ഇതിപ്പം മനുവിനോടും ദേവിനോടും നന്ദി മാത്രമേ ഉള്ളൂ പറയാൻ. കാരണം അവർ പോയി തിരക്കി കാര്യങ്ങൾ മനസ്സിലാക്കി അവർ സോഷ്യൽ മീഡിയ അത് കൊണ്ട് എത്തിച്ചു. അതിനവർക്ക് കയ്യടി കൊടുക്കേണ്ട ഒരു കേസ് കെട്ട് തന്നെയാണ്. ഇനി പല ആൾക്കാരും വന്നിട്ട് പല മുളന്ന ന്യായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. നേരത്തെ ഇതൊക്കെ അറിയാവുന്നൊരു കാര്യങ്ങളാണ്. അവരുടെ ചേച്ചി വരെ വന്നിട്ട് ഒരു വീഡിയോ വിട്ട് അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും കാണിച്ചു തന്നിട്ട് പോലും ഒരു മനുഷ്യർ വിശ്വസിച്ചില്ല. അവർ നേഴ്സാണ്. അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, രേണുസുതിക്ക് കുറേ മറവിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും അവർ ICUവിലാണ്. പിന്നെ ഈ മരുന്നിൻ്റെ പേരും പറഞ്ഞിട്ട് എന്തൊക്കെ അവരുടെ ഫാമിലി പറഞ്ഞിട്ടുണ്ട്. അവർ ചേച്ചി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പലരും പറഞ്ഞത് ആ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ രേണു ഇല്ലാണ്ടാവണം എന്നുള്ള രീതിയിലാണ്. കാരണം ഈ പറയുന്നതൊക്കെ കേൾക്കണം, ഒരു ഗതി പരഗതി ഇല്ലാത്തവരൊക്കെയാണ് ഇവള് പോയിട്ട് വേണം കൈയിട്ട് വാരാനാ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ എടുത്ത് വിടുമെന്നൊക്കെ ഉണ്ട് നൈസായിട്ട്. അവർ എന്താ പറയണ്ടേ, രേണു എന്നേ പറഞ്ഞ് നടക്കുന്ന ടീംസാണ്. രേണു ഇപ്പോഴും ICUവിലാണ് അവർ. ICUവിൽ ഈ പറയുന്ന ആ വാതൊക്കെ കാണും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവരാണ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് അറിഞ്ഞ അപ്ഡേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 10:10 ആയപ്പോഴത്തേക്കാണെങ്കിലും ഇവർക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിവരം. പറയുമ്പോൾ മക്കൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ തെളിഞ്ഞു. അതിന് നന്ദി പറയേണ്ടത് ഈ ദേവിനോടും ഈ പറയുന്ന മനുവിനോടും കൂടാണ്. കാരണം ഇല്ലാണെങ്കിൽ ഇതും വെച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇരുന്നേനെ. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. ഈ രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
ഈ ഒരു കോൺട്രവേഴ്സിയായിട്ട് ബന്ധപ്പെട്ട് ഈ കോൺട്രവേഴ്സി തീർക്കാനായിട്ട് രേണുവിന്റെ ചേച്ചി ഈ ബില്ല് പബ്ലിഷ് ചെയ്തപ്പോഴത്തേനും ഒരു സൈഡ് പൊത്തി പിടിച്ചിട്ടാണ് കാണിച്ചത്. അതായത് വൈറ്റൽ ഇൻഫർമേഷൻ പൊത്തി പിടിച്ചിട്ടാണ് കാണിക്കുന്നത്. സോ ഇതിന്റെ റിയൽ ആയിട്ടുള്ള, അതായത് ഈ പൊത്തി പിടിക്കാത്ത ഭാഗം കാണാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് അനീഷ് ബ്ലോഗിന്റെ ചാനലിലൂടെ, സീക്രട്ട് ഏജന്റിന്റെ ചാനലിലൂടെ ഒക്കെ ഞാൻ കണ്ടപ്പോഴത്തേനും ഈ ബില്ലിന്റെ ഈ പൂർണ്ണമായിട്ടുള്ള ഭാഗം ഞാൻ കണ്ടു. പൂർണ്ണമായിട്ടുള്ള ഭാഗം കണ്ടപ്പോഴത്തേനും പല കോൺട്രവേഴ്സികൾ എന്നിട്ടും പരക്കുന്നുണ്ട്. ബിച്ചുവിന്റെ ചാനലിലൂടെ ഈ ഒരു ഫാർമസിയിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് അവിടെ ഈ മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവിടെ അങ്ങനെ ഒരു മെഡിസിൻ സെല്ല് ചെയ്തിട്ടേ ഇല്ല എന്നൊരു ഇൻഫർമേഷൻ ആണ് പുറത്തേക്ക് വന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അവ്യക്തത പരക്കുന്ന സാഹചര്യത്തിലാണ് ഞാനും ദേവും കൂടെ നമുക്ക് നേരിട്ട് അവിടെ പോയി തിരക്കാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരിട്ട് അവിടെ ചെന്നു. നേരിട്ട് അവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഈ ബില്ല് ഒറിജിനൽ ആണ് എന്നൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഈ ബില്ല് ഒറിജിനൽ ആണ്. ഈ മെഡിസിന്റെ ശരിയായിട്ടുള്ള പ്രൈസ് 2,57,000 തന്നെയാണ്. അത് ഡിസ്കൗണ്ട് റേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് 2,02,628 രൂപ 50. നമ്മുടെ വീഡിയോ പറയുന്ന ഒരു കാര്യം, ഓരോ രോഗികൾക്കും ഓരോ രീതിയിലാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ഒരു 100 വട്ടം പറഞ്ഞു കഴിഞ്ഞു. ചില ആൾക്കാർ വന്നിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന കുറേ മണ്ടറായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയാം, രേണുവിനെ കൂടുതലും വിമർശിച്ച ഒരാളാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എൻ്റെ കാര്യം. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ആയിരുന്നു കൂടുതലും വിമർശിച്ചുകൊണ്ടിരുന്നത്. കൂടുതലും ഞാൻ കുറേ കാര്യങ്ങൾ സത്യമുണ്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്തത്. ഈ പറയുന്ന സ്വർണവും മറ്റേ ഞാൻ പറഞ്ഞു മടുത്ത്. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇതുവരെ ഒന്നും സോഷ്യൽ മീഡിയ വന്നിട്ടൊന്നും ഇല്ല. പല ആൾക്കാരും എന്നെ ചൊറിയാൻ നിൽക്കാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ, അവൻ്റെ കാര്യങ്ങൾ അറിയാം. ഞാൻ വല്ലൊക്കെ വിളിച്ച് പറയും. എൻ്റെ സ്വഭാവത്തിന് എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ലൊക്കെ ഉറപ്പായിട്ട് ഞാൻ പബ്ലിക്കായിട്ട് വിളിച്ച് പറയാത്. കാരണം എനിക്കൊരു മടിയില്ല. പിന്നെയും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നത്. അപ്പോഴും എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ എനിക്ക് വരെ ക്യാൻസർ വന്ന് മരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പേഴ്സണലി മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടുത്തെ ആൾക്കാരുടെ രീതിയും ഇതൊക്കെ വേണം. അന്ധമായിട്ട് ഓക്കെ, സ്നേഹമൊക്കെ വേണം. ഒരാളെ അന്ധമായിട്ട് വിശ്വസിക്കരുത്, അത് ആരായാലും ശരി. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടെ വെക്കാം. പൈസക്കാണ് മേടിച്ചത്. ഇത് ആ ഫാർമസിയിൽ നിന്ന് തന്നെ ഇഷ്യൂ ആയിട്ടുള്ള ബില്ലാണ്. ഈ ബില്ല് പ്രൊവൈഡ് ചെയ്ത സ്റ്റാഫിനെ ഞങ്ങൾ കണ്ടു. അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേനും അവരാണ് ഈ ബില്ല് ഇഷ്യൂ ചെയ്തത്. അവരാണ് ഇതിന്റെ താഴെ സൈൻ ചെയ്തിരിക്കുന്നതല്ല. അപ്പൊ അവരോട് ചോദിച്ചപ്പോഴത്തേനും അവരും അത് വെരിഫൈ ചെയ്തു. ഈ ബില്ല് ഇവിടെ തന്നെ വാങ്ങിയതാണ്. 2,57,000 രൂപയാണ് അതിന്റെ MRP റേറ്റ്. അതിൽ നിന്നും ചില ഡിസ്കൗണ്ടുകൾ ആഡ് ആയിട്ടാണ് ഈ 2,02,000 സംതിങ് റുപ്പീസിന് ഇത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഇത് അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും ഈ റേറ്റിൽ തന്നെയാണ് ഈ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമോയെന്ന് അവർക്കറിയില്ല. പക്ഷെ പല ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്. അതിലൂടെയൊക്കെ ഈ ആനുകൂല്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആകും എന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടിയത്. അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് ചോദിച്ചു, പല കാര്യങ്ങളും അവരോട് ചോദിച്ചു. അപ്പോൾ അത് ആ ബില്ല് ഇഷ്യൂ ചെയ്ത ആളെ നേരിട്ട് കണ്ട് നമ്മൾ തന്നെ വെരിഫൈ ചെയ്തതാണ്. സോ ഈ ബില്ല് ഫേക്ക് അല്ല, ഇത് റിയൽ ആണ്. ഈ എക്സാക്ട് ബില്ല് നമ്മൾ അവരെ ഫോട്ടോ കാണിച്ചു. ഈ ബില്ല് തന്നെയാണ് അവർക്ക് കൊടുത്തത്. ഈ സെയിം ബില്ല് ഇഷ്യൂ ചെയ്ത ആളെ നമ്മൾ കണ്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയുമ്പോഴത്തേനും, ഈ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ടെങ്കിലും രേണുവിന്റെ ചേച്ചി ആദ്യം ഈ ബില്ല് പബ്ലിഷ് ചെയ്ത സമയത്ത് അന്ന് രാത്രി തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. രേണുവിന്റെ ചേച്ചി പബ്ലിഷ് ചെയ്ത വീഡിയോ. സോ ഇത് അപ്രോക്സിമേറ്റ്ലി ആദ്യം ഇത് തമ്മിലിൽ വെച്ചൊരാൾ ഞാനാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗിലേക്ക് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഈ രേണുവിന്റെ ചേച്ചി കൊണ്ടുവന്ന ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബില്ലിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ എന്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ ഇതൊരു സംശയ നിവാരണം നടത്തി ഈ ബില്ലിന്റെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്റെ ബേസിക് റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈ ബില്ലിനകത്ത് എന്തെങ്കിലും ഫേക്ക് ഉണ്ടോ, ഫോർജറി ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വീഡിയോ കണ്ട പലർക്കും ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കുക, ഇത് റിയൽ ആണെന്നുള്ള സാധനം നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളത് എന്റെയും ബേസിക് റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഇത് അറിഞ്ഞിട്ട് ഞാൻ പുറത്ത് പറയാതെ വെച്ച് കഴിഞ്ഞാൽ അതെന്റെ ഓഡിയൻസിനോട് ചെയ്യുന്ന ഭയങ്കര ഒരു ചതിയാകും, ദ്രോഹമാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത്. നല്ല കാര്യം തന്നെ ബ്രോ, നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഇത് വളച്ചും തിരിച്ചും മറിച്ചുമൊക്കെ പല ആൾക്കാരുടെ ന്യായീകരണങ്ങളൊക്കെ ഇനി നമുക്ക് കേൾക്കേണ്ടി വരും. അത് ഉറപ്പാണ്. അത് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഞാനെന്തായാലും ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് മനുവിനോട്. എത്ര കടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ. കാരണം ആ ഒരു കുടുംബത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇവരെ സഹായിക്കാൻ നിൽക്കുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ കൈവിടും. നിങ്ങളുടെയെന്നല്ല പറയണ്ടേ, എൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും. കാരണം ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, നമ്മൾ അത് ചിന്തിക്കണം. എല്ലാവരും അത് ചിന്തിക്കണം. ഞാൻ അതാണ് മെയിനായിട്ട് നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യം. ക്യാൻസർ പേഷ്യൻ്റാണ്, 4th സ്റ്റേജാണ്. അതും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല. അതും കൂടെ മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ അത്രയൊന്നും വരുത്തില്ല ഇവിടെ പല കാര്യങ്ങളും. അതും കൂടെ ആലോചിക്കുക. നമ്മളിവിടെ നാടിന് വേണ്ടി അത് ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഓക്കെ, നമ്മൾ പലതും ചെയ്യാൻ പറ്റും. ഒരാളുടെ ജീവൻ കളഞ്ഞിട്ടാണോ? ഇവിടുത്തെ വ്ളോഗേഴ്സ് അങ്ങനെ കളഞ്ഞൊന്നുമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുകയൊന്നും ചെയ്യുന്നത്.
മാനസികമായിട്ട് തളർത്താതിരിക്കുക. പിന്നെ ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു വിഷയത്തിൻ്റെ കാര്യം ഞാൻ ഈ സംസാരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഇപ്പം വിഷയമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ഞാൻ സാധാരണ ആരോടും ഇങ്ങനെ ഒന്നും സംസാരിക്കാനോ ഒന്നും പോകാനൊന്നുമില്ല, പ്രത്യേകിച്ച് കമൻ്റ് ഇടുന്ന കുറേ എണ്ണം ഇതിനോട്. അപ്പോൾ എൻ്റെ താഴെയൊക്കെ വന്നിട്ട് ഒന്ന് നിർത്തുമോ, ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചോ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാം, നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകുക. എൻ്റെ അവിടെയും വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാൻ നിൽക്കുമൊന്നും വേണ്ട. നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആരും നോക്കി അങ്ങ് പോയാൽ മാത്രം മതി. ആരും വന്ന് കാണേണ്ട ആവശ്യമില്ല. വന്നിട്ട് കുറേ എണ്ണം പറയുന്നുണ്ട്, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, താല്പര്യമുള്ളവർക്കുള്ള വീഡിയോ ആണ്, അല്ലാത്തവർക്ക് പോകാം, അൺഫോളോ അടിക്കാം, ബ്ലോക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും ദേവിനോട് പ്രത്യേകം നന്ദി. ബൈ ഗൈസ്, ലവ് യു ഓൾ ഗൈസ്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഇപ്പോഴും പുള്ളി ICUലാണ് കേട്ടോ. ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ഒരാൾ 2 പേര് വേണം. ഞാനിപ്പോൾ പറഞ്ഞത് 2 പേര്, നേരത്തെ ഒന്നായാലും ഇപ്പോൾ 2 പേര് വേണം. ആ ഒരു അവസ്ഥയിലാണ് പുള്ളിക്കാരി. അതുപോലെ പെട്ട് കിടക്കുകയാണ്. 34 നിന്ന് 36 കിലോ ആയി. ഇപ്പോൾ വേണ്ട ഒറ്റയടിക്ക് താഴോട്ടായി. ഇപ്പം പ്രത്യേകിച്ച് അവർക്ക് ആരോഗ്യമില്ല, നല്ല പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത്. പ്രാർത്ഥിക്കുക. ഇപ്പോഴും കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും ആൾക്കാരൊക്കെ വന്നിട്ട് മെഴുകുന്നുണ്ടായിരുന്നു, നാണമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കില്ല, നാണവും മാനവും ഉളുപ്പൊന്നും ഇല്ല. ഞാനിവിടെ എന്താ പറയണ്ടേ, കള്ളക്കാരെയും കൊള്ളക്കാരെയും ഒന്നും അല്ലല്ലോ ഞാനിവിടെ ഇത് ചെയ്യുന്നത്. എന്താ പറയുക, ഇതെനിക്കറിയത്തില്ല. പണ്ട് വരെ കുറ്റം പറഞ്ഞ് ഞാൻ തന്നെ ഇരുന്ന് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഓർക്കുമ്പോഴേ കർമ്മയായിരിക്കാം. ചിലപ്പം ഞാനിപ്പോൾ കർമ്മ ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ എൻ്റെ കർമ്മ ഇതായിരിക്കാം. എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു സമാധാനമുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എവിടെ ആണെങ്കിലും എൻ്റെ വീട്ടുകാരാണെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല രീതിയിൽ. കാരണം സിറ്റുവേഷൻ അത്ര മോശമാണ്. ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിയായിരിക്കും. ബൈ, ലവ് യു ഓൾ ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി, ഈ 2 വ്യക്തികളുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഒരു നാൾ അതൊക്കെ പുറത്ത് വരുമ്പോൾ എൻ്റെ പൊന്നെ ഒരു കാര്യം പറയാം, വലിച്ചു കീറിയിടും നിങ്ങളെയൊക്കെ എല്ലാവരും. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഓൾ ഗൈസ്. ലവ് യു ഓൾ. പിന്നെ ദേവിനോട് മനുവിനോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സൂക്ഷിക്കുക. ചുറ്റുമുള്ളത് നമ്മളെ യൂസ് ആക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. ചുറ്റുമുള്ള കുറേ ആൾക്കാരൊക്കെ നമ്മളെ യൂസ് ആക്കാൻ വേണ്ടി മാത്രം. അതിൽ ചെന്ന് പെടാതിരിക്കുക. എപ്പോഴും പുറമോട്ട് ഒരു കാല് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കൊരു രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് പണി കിട്ടും. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞപ്പം എനിക്ക് എന്തെങ്കിലും പബ്ലിക്കിൻ്റെ മുമ്പ് വെച്ച് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ. എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നുണ്ട്. ശ്രദ്ധിക്കാം. ബൈ, ലവ് യു ഓൾ ഗൈസ്. അത്രേ എനിക്ക് പറയാനുള്ളൂ.